Guesty presents She Chef. Hi, hello, namaskaram. I would like to welcome you all to another tasty episode of She Chef powered by Guesty Be My Guest. ചുരുങ്ങിയ എപ്പിസോഡുകൾ കൊണ്ട് തന്നെ മലയാള സ്വീകരണ മുറികളിലും അത് കഴിഞ്ഞ് അടുക്കളകളിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഷീ ഷെഫ് പാചകത്തിലെ മിടുക്കികളെ കണ്ടെത്താനായി ഇന്നെത്തിയിട്ടുള്ളത് ഇശൽ തേൻഗണം പരക്കുന്ന മലപ്പുറത്താണ്. അമ്പരപ്പിക്കുന്ന രുചികൾ ഒരുക്കി ഇന്നത്തെ അംഗത്തിൽ വിജയശ്രീ ലാളിത ആരാണെന്ന് അറിയാനുള്ള ആ ഒരു വിധിനിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ ആ ഒരു ജഡ്ജ്മെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആര് വേണം? നമ്മുടെ ജഡ്ജ് വേണം. സോ ലെറ്റ്സ് പുട്ട് അവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം അവർ ജഡ്ജ് ഷെഫ് നളൻ ഷൈൻ. പ്ലീസ് സർ. നമസ്കാരം. അങ്ങനെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനാകെ കൺഫ്യൂഷനിലാവുകയാണ്. അതെ, കാരണം ഒന്നാമത് മാതൃത്വത്തിന്റെ രുചിക്കൂട്ടുകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എല്ലാവരും പറയാറുണ്ട് ഷെഫിന് അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. ഇവിടെ നമ്മുടെ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ റിയാലിറ്റി ഷോയിൽ റിയലായിട്ടും അല്ലേ, അവരവരുടെ അടുക്കളയിൽ അവരവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ച് അവരവരുടെ ബെസ്റ്റീസിനെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയുക എന്നുള്ളതാണ്. അതിൽ അടിപൊളി അമ്മമാരെയാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. അവരെ രുചികൾ നമ്മൾ അമ്പരിപ്പിക്കുന്നതുമാണ്. ആദ്യം നമുക്ക് കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്യാം. എന്ത് പറയുന്നത്? ഹലോ, എൻ്റെ പേര് ജിൻസി. ഞാൻ മലപ്പുറം പുളിക്കൽ നിന്നാണ് വരുന്നത്. വീട്ടിൽ ഹസ്ബൻഡ് 3 മക്കളുണ്ട്. ഹായ്, ഞാൻ ഷക്കീറ. മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. 3 മക്കളും ഹസ്ബൻഡുമാണ് വീട്ടിലുള്ളത്. ഹലോ, ഞാൻ ദൃശ്യ. ഞാൻ മലപ്പുറം കാടപ്പടിയിൽ നിന്ന് വരികയാണ്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും 2 മക്കളുമാണ് ഉള്ളത്. ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ ഇതിൽ പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഡിഷ് ഇത്രയും വലിയൊരു ഷെഫിൻ്റെ നാവിൽ ആ ടേസ്റ്റ് എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഷെഫ്, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന 3 പേരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അതായത് നമ്മുടെ പഴയ ജില്ലയെക്കാട്ടിയും നമ്മളെ കഴിഞ്ഞ കണ്ടസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടി. ചിലർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മലപ്പുറംകാർ അത് തകർത്തടിക്കിയിരിക്കുകയാണ്. മലപ്പുറം ടീമിന് നമ്മൾ കൊടുത്ത ടാസ്ക് ഇതാണ്. ഓരോരുത്തർക്കും 50 മിനിറ്റ് ആണ് ടാസ്കിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 50 മിനിറ്റിൽ ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ കോഴ്സ്, ഒരു ഡെസേർട്ട് ഉണ്ടാക്കുക എന്നതായിരുന്നു ടാസ്ക്. അത് മാത്രമല്ല, അത് തീം മേശയിൽ എത്തിക്കണം. കലിനറിയും ഹോസ്പിറ്റാലിറ്റിയും എങ്ങനെയാണ് ഒരു അതിഥിയെ സ്വീകരിക്കുന്നത്, രണ്ടും ഉൾപ്പെടുന്നതായിരുന്നു ആ ഒരു ടാസ്ക്. പിന്നെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെയും സഹായം ഇല്ലാതെ മലപ്പുറത്തിന്റെ തനതായ രുചി ഒരുക്കിയ ആ ഒരു വ്യക്തിയായിരിക്കും മലപ്പുറത്തിലെ ഷീ ഷെഫ്. സോ നമ്മൾ ആ ഒരു ജഡ്ജ്മെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓഡിയൻസിനെ കാണണ്ടേ ഇവരെന്താണ് ചെയ്തത്? ആ ഒരു കാഴ്ചയിലേക്ക് നമുക്കൊന്ന് നോക്കാം. It's show time. പ്രിപ്പയർ ചെയ്തോ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? യെസ്, എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു സ്റ്റാർട്ടർ ആയിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? സാലഡ്സ് എന്തും ആവാം. സാലഡ്സ് ആവാം, സൂപ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈസ് ആവാം. സോ എന്താണ്, സാലഡ് ആണോ ഉണ്ടാക്കുന്നത്? ഓക്കെ, എന്ത് സാലഡാണ് ഉണ്ടാക്കുന്നത്? വെജും അതുപോലെ ഫ്രൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടിയുള്ള ഒരു സാലഡ്. അതാണ് സ്റ്റാർട്ടർ ആയിട്ട്. മെയിൻ കോഴ്സ് ആയിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ചില്ലി മന്തി. ഓക്കെ, ശരി. നമ്മളെല്ലാം ഈ 50 മിനിറ്റ്സിൽ കഴിയുമല്ലോ അല്ലേ? ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ, ഡെസേർട്ട് ആയിട്ട് എന്താ? പാൻകേക്സ്. 50 മിനിറ്റ്സ് നോക്കാം. ഓക്കെ, അത് കോൺഫിഡന്റ് ആണ്. അപ്പൊ നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്താലോ ഒട്ടും വൈകാതെ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓടിപ്പോയി ഐറ്റംസ് എടുക്കും. ഓക്കെ, അപ്പൊ 15 വയസ്സിലാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത ഡിഷ് എന്തായിരുന്നു? ഫസ്റ്റ് ടൈം മീൻ മുളകിട്ടത്. ആ ഫസ്റ്റ് തന്നെ മീനിലോട്ട് കിടന്നു? അതെ. എന്നിട്ട് സക്സസ്ഫുൾ ആയോ അതോ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നോ? ഇല്ല, കുഴപ്പമില്ല. അവിടുത്തെ ഉമ്മ നല്ല സപ്പോർട്ടാണ് കുക്കിങ്ങിനൊക്കെ. ഹസ്ബൻഡിന്റെ അമ്മയാണോ? ഓക്കെ. ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ. 50 മിനിറ്റില് 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി 40 മിനിറ്റ് ഉണ്ട്. നമ്മുടെ മുന്നിൽ 3 ഡിഷും ഉണ്ട്. തീർക്കാൻ പറ്റുമോ? കോൺഫിഡൻസ് ഉണ്ട്? വെരി ഗുഡ്. സോ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഫസ്റ്റ് കപ്പ ബിരിയാണി.
കപ്പ മലപ്പുറത്തിൻ്റെതായ ഓക്കെ. കപ്പയും ചിക്കനും. കപ്പയാണ് അപ്പൊ മെയിൻ കോഴ്സ് ആയിട്ട് വരുന്നത്. Yes. ഒരു സ്റ്റാർട്ടർ ആയിട്ട് എന്താ? തേങ്ങേന്റെ പൊങ്ങിന്റെ ജ്യൂസ്. പൊങ്ങിന്റെ ജ്യൂസ്. ഓക്കെ. ആൻഡ് ഇതായിട്ട് ഡെസേർട്ട് ആയിട്ട് അവിൽ ലഡു. അവിൽ ലഡു. അപ്പോൾ നമ്മൾ ഈ 50 മിനിറ്റിലാണ് ഈ 3 ഡിഷസും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി പ്രിപ്പറേഷൻ ടൈം മാത്രമല്ല ഈ 50 മിനിറ്റ്. ഒരു ഗസ്റ്റ് വീട്ടിലോട്ട് വന്നാൽ എങ്ങനെയാണോ നമ്മൾ പ്രസന്റ് ചെയ്ത് വെക്കുന്നത്, കാരണം നമ്മുടെ ഈ ഷീ ഷെഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഗസ്റ്റി ആപ്പാണ്. സോ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നു എന്ന് വെച്ചാൽ നമ്മൾ എത്ര മനോഹരമായിട്ട് നമ്മളത് സെർവ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുകയോ ആ രീതിക്ക് വേണം ഈ 50 മിനിറ്റിൽ പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് നമ്മുടെ ടേബിളിൽ പ്ലേസ് ചെയ്യാനായിട്ട്. സോ നമുക്ക് തുടങ്ങാം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓടിക്കോ, 50 മിനിറ്റ് ചിരിച്ചു നിൽക്കല്ലേ. എന്താണ് സ്റ്റാർട്ടർ ആയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ബ്രെഡും കസ്റ്റർഡ് പൗഡറും ഒക്കെ വെച്ചിട്ട്. ബ്രെഡും കസ്റ്റർഡ് പൗഡർ എല്ലാം കൂടെ വെച്ചിട്ട് എന്ത് സ്നാക്ക് ഉണ്ടാക്കുന്നത്? അത് ചിക്കൻ വെച്ചിട്ട്. ചിക്കൻ വെച്ചിട്ടാണ്. എന്ത് സ്നാക്ക്? സ്നാക്കിന്റെ പേരുണ്ടോ? ചിക്കൻ ബോൾ. ചിക്കൻ ബോൾസ് ആണ് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് ജിൻസ ചേച്ചി നമുക്കായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഓക്കെ. മെയിൻ കോഴ്സ് ആയിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ബിരിയാണി. ഓക്കെ. ഞാനിവിടെ വന്നതെന്ന് തന്നെ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ജിൻസ ചേച്ചി ഫസ്റ്റ് പറഞ്ഞത് ബിരിയാണി എന്നാണ്. അപ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിക്കവാറും ബിരിയാണി ആയിരിക്കും പറയുന്നത്. എന്ത് ബിരിയാണിയാണ് ജിൻസ ചേച്ചി ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി. ഓക്കെ. പിന്നെ ഡെസേർട്ട് ആയിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ ആദ്യം നേരത്തെ ഒരു പേരില്ലാത്തൊരു സാധനം പറഞ്ഞല്ലോ, ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് അല്ലേ? ഓക്കെ, ശരി. എന്നാ പിന്നെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ടാസ്കിലോട്ട് കടന്നാലോ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഷക്കീറത്താ, നല്ല സമാധാനത്തോടെ കുക്ക് ചെയ്യാണല്ലേ? ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ, എന്നാല് എനിക്ക് അത്ര സഹിക്കുന്നില്ല. ഇനിയിപ്പോ ഏകദേശം എത്ര മിനിറ്റ് ബാലൻസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്? 20 ആഗ്രഹം, 20 അല്ല. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് 17 മിനിറ്റ് ആണ്. ഓക്കെ. ഇതുപോലത്തെ ഷോസ് അല്ലെങ്കിൽ റിയാലിറ്റി ഷോസ്, കോമ്പറ്റീഷൻസ് അങ്ങനെ എന്തെങ്കിലും മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്തില്ല, മോള് പങ്കെടുത്തിട്ടുണ്ട്. മോള് 6 വയസ്സുള്ള സമയത്ത് കുട്ടി ഷെഫിന്റെ സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ച ആളാണ്. ആഹാ, കൊള്ളാലോ. അപ്പോ ഷെഫുകളുടെ ഒരു ഫാമിലിയാണെന്ന് പറയാം അല്ലേ? ഇതിൽ എന്തൊക്കെയാ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ്? തേങ്ങന്റെ പൊങ്ങ്, ഏലക്ക, പഞ്ചസാര, പാല്. ജിൻസ ചേച്ചിയുടെ ബിരിയാണി ആണ് ഭയങ്കര സ്പെഷ്യൽ എന്ന് പറഞ്ഞു. അപ്പൊ ബിരിയാണിക്ക് ഇനിയിപ്പോ നമ്മുടെ മലപ്പുറത്തും ഫാൻസുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗസ്റ്റി വഴി നമുക്ക് ഒരുപാട് ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? വീട്ടിൽ തന്നെ നിന്നൊരു ജോലി അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന ഒരു വരുമാനം എന്ന് വെച്ചാൽ ആരാണ് നോ പറയുക അല്ലേ? അതെ. ഓക്കെ, ജിൻസി ചേച്ചി ഓൾറെഡി ടെൻഷനിലിരിക്കുന്ന ജിൻസി ചേച്ചിയോട് ഞാൻ സംസാരിച്ച് കൂടുതൽ ടെൻഷൻ ആക്കുന്നില്ല. ഞാൻ അല്പം അങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത വീട്ടിൽ കുക്കിംഗ് ഒക്കെ ഏതുവരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ. നമസ്കാരം. ഷെഫിങ് എത്തി അല്ലേ? അതെ. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചില്ലി മന്തിയാണ് മെയിൻ കോഴ്സ്. ചില്ലി മന്തി ഇൻ ജസ്റ്റ് 15 minutes. മൈ ഗോഡ്. സോ ചില്ലി മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ വിഭവങ്ങൾ എന്തൊക്കെയാണ്? അമ്മയുടെ സ്പെഷ്യൽ വിഭവങ്ങൾ ബിരിയാണിയാണ്. കാരണം ഇപ്പൊ ഗസ്റ്റി ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന മാതൃത്വത്തിന്റെ രുചിക്കൂട്ടുകളാണ്. ഇത് ബിരിയാണിയാണ്. അപ്പൊ എന്റെ ചോദ്യം, ഇപ്പൊ അമ്മയുടെ രുചിക്കൂട്ടുകളുമായി ഒരാൾ അന്വേഷിക്കുകയാണെങ്കിൽ ബിരിയാണി ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ്. അടിപൊളി. ട്രൈ ചെയ്തതിന്റെ തേങ്ങയല്ലേ ഇത്? തേങ്ങ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. ഇത് തേങ്ങയാണ്. ഇപ്പൊ എന്താ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ ബാലൻസ് അവശേഷിക്കുന്ന ടൈം ഞാൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ചേച്ചിയുടെ പ്ലാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് അവിൽ വെച്ചിട്ട് തന്നെ, അവിലും ശർക്കരയും വെച്ചിട്ട് വേറെ എന്തോ ആണ് പ്ലാൻ ചെയ്യുന്നത്. എന്താ ചേച്ചി ഉണ്ടാക്കുന്നത്? അവല് നനച്ചാണോ? അതെ, അവല് നനച്ചത് ആക്കാൻ വേണ്ടിയിട്ട്. സാരില്ല, നമുക്കൊരു ഡെസേർട്ട് കിട്ടിയാൽ മതി. നമസ്കാരം. ഇന്ന് ഞാനാണ് കുക്ക് ചെയ്യുന്നത് ഷെഫ്. അങ്ങനെയല്ല, ഞാനല്ല ഷെഫ്, വേറൊരു കുക്കിംഗ് ഉണ്ട്. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഷെഫ്, എന്താ ഈ വഴിക്ക് ഇതല്ലേ മെയിൻ ഡോറ്? പിന്നാമ്പുറത്തുള്ള കയറുക പണ്ടേ പാചകക്കാരന്മാരുടെ വീക്ക്നസ്. അല്ലാതെ മറ്റേതല്ലല്ലോ. പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അതല്ല, കുടുംബകലഹം ഉണ്ടാക്കുന്ന ഡയലോഗുകൾ കട്ട് ചെയ്യൂ.
വിമൻ എംപവർമെന്റ് കേരളത്തിൽ നമ്മൾ സഹജമായി നോക്കുമ്പോൾ തൊഴിലുറപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതേപോലെ അവനവൻ്റെ അടുക്കളയിൽ ഉണ്ടാവുന്ന മനോഹരമായ ഡിഷസ് ഇതേപോലത്തെ ഗസ്റ്റി പോലത്തെ ആപ്പ് മുഖാന്തരം അല്ലെങ്കിൽ സമാന്തരമായി ഇത് മാർക്കറ്റിൽ വരികയും ഇവരെ പോലത്തെ ഹോം മേക്കേഴ്സിനെ ഇന്ത്യയും വിദേശത്തുള്ള രാജ്യങ്ങൾ വരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ പ്രോഗ്രാം എത്തിച്ചേരേണ്ടത്. ഏകദേശം 18 മിനിറ്റ് ആണ് ഇനി നമുക്ക് ബാലൻസ് ഉള്ളത്. എവിടം വരെ ആയി കാര്യങ്ങൾ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ബിരിയാണി റെഡിയായി എന്ന് വെച്ചാൽ നല്ല ഉഗ്രം ബിരിയാണി ആയിരിക്കും. കാരണം അമ്മാതിരി സ്മെല്ല് ഭയങ്കര നല്ല നമസ്കാരം. മല്ലിയിലൊക്കെ ഇട്ട് കറി വെക്കുകയാണോ? ബിരിയാണിക്കുള്ള മസാലയാണ്. ഈ റെസിപ്പികൾ ലോകം അറിയണ്ടേ? അറിയണം അല്ലെ? ലോകത്തുനിന്ന് പലരും അല്ലെ ഈ റെസിപ്പി അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആപ്പ് വഴി ഓർഡർ ചെയ്ത് ജിൻസിയുടെ ബിരിയാണിയെ വേൾഡിനെ അറിയിക്കണം. അതെ, തീർച്ചയായിട്ടും. അത് ഗസ്റ്റി ത്രൂ ആയിരിക്കണം. ഇനി അതിനെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങാനല്ലേ? ഇപ്പൊ അങ്ങനത്തെ ഡ്രീം ഒന്നുമില്ല, പക്ഷെ ഗസ്റ്റി ത്രൂ നമ്മൾ ആ ഒരു ഡ്രീം എന്നുള്ള രീതിയിലാണ് ഓൺട്രപ്രണർഷിപ്പിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗസ്റ്റിയുടെ പ്രോഗ്രാമാണ്. അടിപൊളി. അതെ, 3 ഡിഷസും റെഡിയാണ്. ഇവിടെ എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പം ടേബിളിലോട്ട് വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്തോളൂ. കേർഡ് ആഡ് ചെയ്യാണല്ലേ സാലഡിൽ? ഓക്കെ, കഴിഞ്ഞോ? ടൈമർ സ്റ്റോപ്പ് ചെയ്യട്ടെ? യെസ്. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റഡ്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ്സ് ആണ്. അതായത് 2 മിനിറ്റ്സ് ബാലൻസ് ഉണ്ട്. പക്ഷെ ആ 2 മിനിറ്റ്സിൽ ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. കഴിഞ്ഞു. ഇനി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു അനുഭവമാണിത്. പിന്നെ ഇത്രയും വലിയൊരു ചാലഞ്ച് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഷെഫിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കാന്താരിയും കരിവേപ്പിലയൊക്കെ വെച്ച് എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം കുരങ്ങി കോയിന്റെ മണം എന്ന് പറഞ്ഞതോടുകൂടി കൊച്ചിന്റെ വായിക്കൂടെ വെള്ളം ഊറാൻ തുടങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ 4 മിനിറ്റ് ബാക്കി ഇരിക്കെ ദൃശ്യ ചേച്ചിയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഷെഫ് ഇത് അങ്ങോട്ട് കൊടുത്തൊരു ടിപ്പാണ്. അത് മാത്രമല്ല, ടു ബി വെരി ഓണസ്റ്റ് അല്ലെ, ഒരു എനിക്ക് തോന്നുന്നു ഇതേ കണക്കത്തെ ഒരു റിയാലിറ്റി ഷോ ഫ്രം അല്ലെ വെരി റസ്റ്റിക് ആൻഡ് റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല. ഭയങ്കര ഒരു വൈബ് ആൻഡ് എനർജി കംസ് ഫ്രം ദേ. ആൻഡ് ഒരു വീട്ടമ്മ ശരാശരി എങ്ങനെയാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് നിങ്ങളെ ലൈവായിട്ട് കാണിക്കുകയാണ്. ഇനി നമുക്ക് കേട്ടോ ദൃശ്യ, ഇനി ഇത് നമ്മൾ തീൻ മേശയിൽ ഒരു അതിഥി വന്നാൽ എങ്ങനായിരിക്കും സെർവ് ചെയ്യുന്നത്, അതാണ് ഇനി അടുത്ത ടാസ്ക്. സോ താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. അതും റെഡിയാക്കിയോ? മൈ ഗോഡ്, അതും റെഡിയാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല, മോൾക്ക് 6ാമത്തെ വയസ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഈ ഷീഷെഫ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് നമ്മൾ വീഡിയോ വിട്ടത് മുതൽ അത് സെലക്റ്റായി എന്ന് പറഞ്ഞ് വിളിച്ച് അന്ന് പോയതാണ് മനുഷ്യൻ്റെ സമാധാനം. അങ്ങനെ ഇവർ വന്ന് ഒക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് കുറേയൊക്കെ ഒരു ആശ്വാസമായി. പിന്നെയാണ് 50 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഡിഷൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. അപ്പോഴാണെങ്കിൽ പിന്നെയും ടെൻഷനായി. 8 സെക്കൻഡ്. 8 7 6 5 4 3 2 1. ഓഫ് ചെയ്യുന്നോ? ഓഫ് ചെയ്തോ? കഴിഞ്ഞു. ടൈം കഴിഞ്ഞു. കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി സമാധാനത്തിൽ എല്ലാം പ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ടേബിളിന്റെ പുറത്ത് വെക്കാം. സോ ജിൻസി ചേച്ചിയുടെ ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞ 3 ഡിഷസും റെഡിയാണ്. പക്ഷെ ഈ ബിരിയാണിക്കൊപ്പം ഒക്കെ എന്ത് കഴിക്കും അല്ലെങ്കിൽ ഇതിന് ഡിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഷെഫ് പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റിയാലിറ്റി ഷോയിൽ എടുക്കണത്. അതും ഇത്ര സമയത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ചെയ്യണത്. ബിരിയാണിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇത്ര സമയം വെച്ചിട്ട് അത് 3 ഡിഷൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഷീ ഷെഫ് പവർഡ് ബൈ ഗസ്റ്റി ബി മൈ ഗസ്റ്റിലെ ഷക്കീറത്തെ ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ഇത് ഞങ്ങളുടെ മുന്നിൽ ഈ ടേബിളിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. ഷക്കീറത്തെ ഞങ്ങൾ ഇന്ന് ടേസ്റ്റ് നോക്കട്ടെ? യെസ്, റെഡിയാണ്. ശരി, അപ്പോൾ പേര് ഷക്കീര അല്ലെ? ഇല്ല, ഡാൻസ് കളിക്കില്ല. പണ്ട് എന്തായാലും ഡെസേർട്ട്, ഇത് സ്റ്റാർട്ടർ അല്ലേ? സ്റ്റാർട്ടർ തുടങ്ങാം. ഈ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ
അപ്പറ്റൈസിങ്, അതായത് വിശപ്പൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനല്ല, ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റാർട്ടർ പ്ലാൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സാലഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു ഒരു സ്റ്റാർട്ടർ സാലഡായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, എന്നാലും നമുക്ക് കഴിക്കാം. ഷീ ഷെഫ് പവർഡ് ബൈ ഗസ്റ്റി ബി മൈ ഗസ്റ്റിലെ ദൃശ്യ ചേച്ചി ഒരുക്കിയത് വിഭവങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇതേ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഷെഫ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ കാണാൻ? റീസെന്റ് നമ്മൾ കഴിച്ചിട്ടുള്ള തീൻ മേശയുടെ വൺ ഓഫ് ദ ബെസ്റ്റ്, പ്രത്യേകിച്ചും ഒരു കേരളീയൻ ചൈതന്യം ഇതിനകത്ത് നിലനിർത്തിയിരിക്കുന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. കണ്ടോ, ഇതിനകത്തൊക്കെ സെർവ് ചെയ്യാന്ന് പറയുന്നത് വളരെ കേരളീയമാണ്. സ്റ്റാർട്ടർ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? തേങ്ങേൻ്റെ പൂങ്ങോണ്ട് ജ്യൂസ്. ജ്യൂസാണ് സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നത്. നോക്കാം, അടിപൊളി. ഷീ ഷെഫ് പവർഡ് ബൈ ഗസ്റ്റി ബി മൈ ഗസ്റ്റിലെ ജിൻസി ചേച്ചി പ്രിപ്പയർ ചെയ്ത ചിക്കൻ ബോൾസ്, ചിക്കൻ ബിരിയാണി ആൻഡ് ഒരു ഡെസേർട്ട് ഡേ ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ റെഡിയാണ്. ഷെഫ് എന്താ പറയാനുള്ളത്? ബേസിക്കലി നല്ല പ്രസന്റേഷൻ അല്ലേ, മാത്രമല്ല നല്ലൊരു ഫിനിഷ് കിട്ടി. ഇതേ കണക്കത്തൊരു റിയാലിറ്റി ഷോ, വെരി ട്രൂലി റസ്റ്റിക് റിയാലിറ്റി ഷോ. ഒരു വീട്ടിൽ ഷോർട്ട് നോട്ടീസിൽ കയറി ചെന്ന് ആ ടൈമോടുകൂടി, ആ ഷോർട്ട് ടൈമോടുകൂടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ച് വയ്ക്കാം അല്ലേ. ഇതേ കണക്കുന്ന റിയാലിറ്റി ഷോ ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഹൗ അബൌട്ട് യു? അല്ലേ. നമുക്ക് എന്തായാലും കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് സ്റ്റാർട്ടേഴ്സിലേക്ക് കടക്കാം. സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ചിക്കൻ ബോൾസ് ആണ്. ഓക്കെ, ഒരു ഡിപ്പ് ഉണ്ടായാലും നന്നായിരുന്നേനെ. വെറും ഒരു കെച്ചപ്പ് വെച്ചാൽ പോലും. കെച്ചപ്പ് ഞാൻ വെച്ചിരുന്നു, പക്ഷെ ഇതൊരു പക്കവട, ഒരു ചിക്കൻ പക്കവടയുടെ ഒരു ടേസ്റ്റാണ്. പക്ഷെ നന്നായിട്ടുണ്ട്. സ്മോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അതിന് നിൽക്കാനത്. കുഴപ്പമില്ല. അതൊരു സിമ്പിൾ കാര്യമാണ് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം സെർവ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്ലേസിനകത്ത് ഞാൻ സ്പൂൺ കുത്തി വെക്കായിരുന്നു നോക്കി. മെയിൻ കോഴ്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, നന്നായിട്ടുണ്ട്. എന്നാൽ സ്റ്റാർട്ട് നമ്മൾ എപ്പോൾ കൊടുക്കുമ്പോഴും നമ്മൾ സവർ ടേസ്റ്റി കൊടുക്കണം. ഒരു നല്ല എക്സ്പീരിയൻസാണ് ബിരിയാണി. ഈ റീസെൻ്റ്ലി ഷോസിൽ കഴിച്ചതിൽ നല്ലൊരു ബിരിയാണിയാണ്, പറയാതിരിക്കാൻ വയ്യ. ടോട്ടൽ എപ്പിസോഡിൽ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് ക്ലാസ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതൊരു വലിയ കാര്യമാണ്. പാൻകേക്ക് ആക്ച്വലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ താങ്ക് യു. അപ്പം നമുക്ക് എന്തായാലും ഷക്കീറത്തയുടെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ? സോ ദൃശ്യ ചേച്ചി പ്രിപ്പയർ ചെയ്ത ആ 3 ഐറ്റംസ് നമ്മൾ ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 3 വീട്ടിൽ പോയി രുചിച്ചു, കണ്ടു. അപ്പോൾ ഇനിയാണ് നമ്മുടെ ക്ലൈമാക്സ്. സോ നമുക്ക് ആ ഒരു വിധി നിർണായക ഘട്ടത്തിലേക്ക് കടക്കാം. ഷെഫ്, ആദ്യം നമ്മൾ പോയത് ഷക്കീറയുടെ വീട്ടിലായിരുന്നു അല്ലേ. ടെൻഷൻ അടിച്ച് ഷക്കീറ ഇങ്ങനെ ഓരോരോ ഡിഷസ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കൊള്ളായിരുന്നു, നന്നായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു വിഷയം, വളരെ പ്രിയപ്പെട്ടൊരു കാര്യമാണ്, നമ്മളുടെ ഒരു സിഗ്നേച്ചർ എപ്പോഴും നമ്മുടെ ഒരു സിഗ്നേച്ചർ ഓട്ടോഗ്രാഫ് ആവുന്നിടത്താണ് നമ്മൾ സ്റ്റാർ ആവുന്നത്. അടുത്തത് നമ്മൾ പോയത് ആരുടെ വീട്ടിലായിരുന്നു? ദൃശ്യയുടെ വീട്ടിലായിരുന്നു. ദൃശ്യയുടെ കയ്യൊപ്പം ഉണ്ടായിരുന്നു. ദൃശ്യക്ക് അതിനകത്ത് സ്റ്റാർട്ടർ എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല. അറിവില്ലായ്മ ഒരു തെറ്റല്ല. ആ ഉണ്ടാക്കിയ സ്റ്റാർട്ടർ തന്നെ ഡെസേർട്ടായിട്ട് മാറ്റി ഞാൻ കഴിക്കുമ്പോൾ പോലും എനിക്കതൊരു ഗുഡ് ഫീലാണ്. കാരണം ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ മനസ്സിൽ കൊണ്ടുപോകുന്ന റെസിപ്പികളിൽ ആ തേങ്ങയുടെ പൊങ്ങ് വെച്ചിട്ടുള്ള ജ്യൂസ്, പിന്നെ ഡെസേർട്ടായിട്ട് എന്താ ചെയ്തത്, അവില് നനച്ചത്. ഇതിലും വലിയൊരു കാര്യം എന്താണ്? അത് ആ പഴവും കൂട്ടി കഴിക്കുമ്പോൾ ഐ ഫെൽറ്റ് വെരി ഗുഡ്. ജിൻസിയുടെ ടേബിളിലേക്ക് നമ്മൾ വരുമ്പോൾ ജിൻസിയുടെ പ്രസൻറ്റേഷൻ വാസ് ഗുഡ്. ജിൻസിയുടെ ബിരിയാണിക്ക് ഒരു ഐക്കോണിക്നെസ് ഉണ്ടായിരുന്നു. കാരണം അത് ഒരു ശരാശരി നോർമൽ ബിരിയാണി പോലെ അല്ല, അതിലൊരു ജിൻസിയുടെ ഒരു ടച്ച് ഫീൽ ചെയ്യാൻ പറ്റി. ഡെസേർട്ട് വാസ് വെരി ഗുഡ്. സ്റ്റാർട്ടറും നന്നായിരുന്നു. ജിൻസി, ഷക്കീറ ആൻഡ് ദൃശ്യ, ആരായിരിക്കും വിന്നർ? എന്ത് തോന്നുന്നു?
എനിക്ക് സത്യം പറഞ്ഞാൽ 3 പേരും ഒന്നിലൊന്ന് ബെറ്റർ ആയത് കാരണം ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. എനിക്കറിയാം ഷെഫ് അതിനേക്കാളും വലിയ കൺഫ്യൂഷനിലാണെന്ന്. പക്ഷെ എന്നിരുന്നാലും ഇതൊരു കോമ്പറ്റീഷൻ ആയിരിക്കെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തേ പറ്റും. നമുക്ക് തേർഡിൽ നിന്ന് തുടങ്ങാം. അതാകുമ്പോൾ അദ്ദേഹത്തിന്റെ ടെൻഷൻ അങ്ങ് മാറുമല്ലോ. അപ്പം ഈ പറയുന്ന വ്യക്തിത്വങ്ങളിൽ ആരായിരിക്കും മൂന്നാമത് വരുന്നു എന്നുള്ളിടത്താണ് നമുക്ക് ടെൻഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ പോകുന്നത്. അതിൽ വളരെ ലിമിറ്റഡ് ടൈമിൽ പെർഫോം ചെയ്തു. പക്ഷേ എങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൽ കുറച്ച് പെർഫോമൻസ് ബാക്കിലോട്ട് നിൽക്കുന്ന ഷക്കീറയ്ക്കാണ് നമ്മൾ തേർഡ് പ്രൈസ് കൊടുക്കുന്നത്. കേട്ടോ, അടുത്ത പ്രാവശ്യം ഒരു 5 മിനിറ്റ് കിട്ടുമ്പോൾ എപ്പോഴും ടാസ്കിനെ പറ്റി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതിൽ തീർക്കാൻ പറ്റും അതാലോചിച്ച് കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് സമ്മാനമായിട്ട് പോകാം. പക്ഷേ ഇത് ഒരു സമ്മാനം തോൽപ്പിച്ചതിൻ്റെയോ ജയിപ്പിച്ചതിൻ്റെയോ അല്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. വളരെ നിർണായകമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എങ്കിലും ഹൃദയം കൊണ്ട് എഴുതിയ സമ്മാനമാണ്, 1ാം സമ്മാനമാണ് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അത് കൊടുക്കുന്നത് രുചിക്കൂട്ടുകളും സ്നേഹവും അത് സെർവ് ചെയ്ത രീതിയും ഒരു ഷെഫെന്ന് എനിക്ക് വളരെ കൗതുകം തോന്നുകയും ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത് കൊണ്ട് വളരെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്ത് ദൃശ്യയ്ക്കാണ് ഞാൻ ആ 1ാം സമ്മാനം അനൗൺസ് ചെയ്യുന്നത്. എന്താ പറഞ്ഞെന്ന് കേട്ടോ? ഫസ്റ്റ് പ്രൈസ് ആണ്. ഈ സമ്മാനത്തിന് ഒരാളെയും കൂടെ അമ്മയ്ക്ക് തുല്യം നിന്ന് അമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മകളും ഒപ്പമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മകളെയും കൂടെ വിളിക്കുകയാണ്. ദേവനന്ദ, പ്ലീസ് വാക്ക് ഇൻ ടു ദ സ്റ്റേജ്. പ്ലീസ് കം. അമ്മയും മകളെയും കൂടെ. ഈ മകൾക്ക് എന്ത് പഠിക്കണം, അതായത് കുളിനറി പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വക ആ എഡ്യൂക്കേഷന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യാണ്. താങ്ക് യു. പിടിച്ചോ. ഇനി നമ്മളുടെ സെക്കൻഡ് പ്രൈസ് വിന്നർ ആൻഡ് ഹർ നെയിം ഈസ് ജിൻസി. കീപ് കുക്കിംഗ്. സോ കൺഗ്രാറ്റുലേഷൻസ് വിന്നേഴ്സ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നല്ല, ഇവിടെ നിൽക്കുന്ന 3 പേരും ആക്ച്വൽ വിന്നേഴ്സ് തന്നെയാണ്. കാരണം അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു കമ്പാഷൻ തുടരെ കൊണ്ടുപോവുക, വീണ്ടും വീണ്ടും കുക്ക് ചെയ്യുക, ബെറ്ററായി ഇനിയും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുക, എക്സ്പെരിമെന്റ് ചെയ്യുക. ആൻഡ് നല്ല നല്ല ഫുഡ് ഷെഫ് പറഞ്ഞ പോലെ തന്നെ നല്ല സ്നേഹത്തോടെ വിളമ്പി കൊടുക്കാൻ പറ്റട്ടെ. അങ്ങനെ മലപ്പുറത്തിലെ ഷീ ഷെഫ് ആയിരിക്കാണ് ദൃശ്യ ചേച്ചി. എന്താണ് പറയാനുള്ളത്? സന്തോഷായില്ലേ? സന്തോഷായിട്ട് സൗണ്ട് ഒന്നും വരുന്നില്ല. ഇടയ്ക്ക് ആ ഒരു പ്രൈസ് തരുന്ന സമയത്ത് ചെറുതായിട്ട് കണ്ണ് നനഞ്ഞോ എന്നൊരു സംശയം. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം സാഹചര്യങ്ങൾ മൂലം മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങളടുത്തുള്ള ചേച്ചിനോട് വീട്ടുകാരോട് നന്ദി പറഞ്ഞ തീരൂല. കാരണം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ആ വീടനെ വിട്ടു നിൽക്കുകയാണ്. എത്ര പേരാ ഷൂട്ട് ചെയ്യുമ്പോൾ വന്നത് സന്തോഷത്തോടെ സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയതെന്നറിയാം. സോ അങ്ങനെ ഒരു നൈബേഴ്സിനെ കിട്ടാൻ ശരിക്കും യു ആർ റിയലി ബ്ലെസ്ഡ് കേട്ടോ. അതേ ഞാൻ പറയുക. ചേച്ചിയോട് സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് പറയണം. അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ്. എന്തായാലും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഗസ്റ്റിക്കും ഷീ ഷെഫിനും ഒരുപാട് നന്ദി അല്ലേ. ഓക്കെ, അങ്ങനെ മലപ്പുറത്തെ മിടുക്കികളായ ആ ഷീ ഷെഫുകളെ നമ്മൾ ഇതാ കണ്ടെത്തിയിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത ജില്ലയിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. Until then, bye bye from Renisha, signing off from She Chef, powered by Guesty. Be my guest. Bye bye. Guesty presents She Chef.